ശുശ്രൂഷ അനുഭവിക്കുന്ന ജനത്തിന്റെ മനോഭാവം നോക്കിയിട്ടല്ല, മനഃപൂർവ്വം ഞാനത് ചെയ്തേ പറ്റൂ എന്ന ചിന്തയിൽ ചെയ്യണം. അപ്പോൾ തന്നെ ദൈവഹിതപ്രകാരം ചെയ്യണം. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ദുരാഗ്രഹത്തോടെ അല്ല, ഉന്മേഷത്തോടെ ആയിരിക്കണം. എന്താണ് ദുരാഗ്രഹം? അതെല്ലാം നമ്മൾ ഇനിയും ധ്യാനിക്കാൻ പോകുന്നതിനകത്ത് വരും. ഉദാഹരണം പറയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ട് ഞാൻ ഉദാഹരണം പറയാൻ ഭയപ്പെടുന്നു. ദുരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തീയ ശുശ്രൂഷയിൽ ദുരാഗ്രഹം എങ്ങനെയാ വരുന്നത്? ഒരു വ്യക്തിയിൽ നിന്ന് ഒരു നന്മ ലഭിച്ചാൽ പിന്നെ ആ വ്യക്തിയെ ആ നിലയിൽ കാണുക. ഒരുപാട് ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ആ വ്യക്തിയെ കാണുക. അവിടെ ഒരു ദുരാഗ്രഹം കയറി. ക്രിസ്തീയ ശുശ്രൂഷയിൽ ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ദുരാഗ്രഹത്തോടെ അരുത്, ഉന്മേഷത്തോടെ വേണം. ഉന്മേഷം, ക്രിസ്തീയ ശുശ്രൂഷകന് നിർബന്ധമായി ഉന്മേഷം ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന് ശാരീരിക ക്ലേശം വരാം, സാമ്പത്തിക ബുദ്ധിമുട്ട് വരാം, കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരാം, മാനസികമായ ക്ലേശങ്ങൾ അവനെ അലട്ടാം. ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ വ്യവസ്ഥ ഇതാണ്, ഉന്മേഷത്തോടെ വേണം. അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് നോക്കിയാൽ കർത്താവ് ജീവിക്കുന്നു എന്ന് ആളുകൾക്ക് തോന്നണം. അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് നോക്കിയാൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അയാളുടെ മുഖത്തുനിന്ന് മനസ്സിലാകണം. അപ്പം വേറൊരു പ്രശ്നമുള്ളത്, ശുശ്രൂഷയ്ക്ക് ഗൗരവം കിട്ടാൻ വേണ്ടി മുഖം അങ്ങ് ഗൗരവമാക്കുന്ന ഒരു രീതിയുണ്ട്. വളരെ ഗൗരവത്തോടുകൂടെ ഇങ്ങനെ ആരോടോ എന്തോ ഒരു വിഷമമുള്ള പോലെയൊക്കെ ഇരിക്കുന്ന രീതികൾ വാസ്തവത്തിൽ ക്രിസ്തീയമല്ല. ഉന്മേഷത്തോടെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത് എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ശുശ്രൂഷയിൽ ഗൗരവം വേണം, ശുശ്രൂഷ കളിയല്ല. പക്ഷെ ശുശ്രൂഷകൻ ഉന്മേഷവദനായിരിക്കണം. യേശു കർത്താവിനെ കുറിച്ച് ഒരാള് ഒരു വ്യാഖ്യാതാവ് പറഞ്ഞിരിക്കുന്നത്, യേശു കർത്താവ് കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് അനുഗ്രഹിച്ചു എങ്കിൽ അതിൽ നിന്നും ഒരു സൈക്കോളജി നമുക്ക് മനസ്സിലാക്കാം. യേശു ക്രിസ്തു പ്രസന്നവദനായിരുന്നു. അല്ലെ, കുഞ്ഞുങ്ങളെ എടുത്ത് അനുഗ്രഹിക്കണമെന്ന് വരും, കുഞ്ഞുങ്ങളെ ഓടി ഗ്രൗണ്ട് കടന്നു. അപ്പൊ മുഖത്ത് ഒരു ശാലീനത കർത്താവിനുണ്ടായിരുന്നു. പിള്ളേരെ കടുവായെ പോലെ നോക്കുന്ന ഒരു മുഖം അല്ല. അപ്പോൾ അത് എല്ലാവർക്കും ഒരേപോലെ മുഖമൊന്നുമല്ല, പക്ഷെ എല്ലാവർക്കും മുഖഭാവം മാറ്റാം. മുഖം മാറ്റാൻ പറ്റുകയില്ലെങ്കിലും മുഖഭാവം മാറ്റാൻ പറ്റും. അപ്പോൾ ദൈവവചനം കേൾക്കുന്നത് കൊണ്ടും പരിശുദ്ധാത്മാവിൽ നിറയുന്നത് കൊണ്ടും മുഖഭാവം നമുക്ക് വേണമെങ്കിൽ മാറ്റാം. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ഉന്മേഷത്തോടുകൂടെ വേണം ശുശ്രൂഷ ചെയ്യുവാൻ. ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, വലിയ ഭരണാധികാരിയായിട്ടല്ല, പോലീസ് ഓഫീസറായിട്ടല്ല, വളരെ വിനയത്തോടും സ്നേഹത്തോടും കൂടെ ചെയ്യേണ്ട ശുശ്രൂഷയാണ് ഈ ശുശ്രൂഷ. ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്ന ഭരണാധിപനല്ല, പരിപാലകനാണ് സഭാ ശുശ്രൂഷ. ഭരണാധിപനല്ല, പരിപാലകനാണ്. ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ട് വേണം അധ്യക്ഷത ചെയ്യാൻ. അപ്പൊ എങ്ങനെ ശുശ്രൂഷിക്കണം എന്നുള്ളത് 1, 2, 3, 4, 5 കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്, വേഗത്തിൽ പറയുകയാണ്. ആട്ടിൻകൂട്ടത്തിന് മാതൃകയാകണം. അതായത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം അങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്ത് ചെയ്യരുതെന്നുണ്ടോ അത് ചെയ്യാതിരിക്കുക കുടുംബമായിട്ട്, എന്ത് ചെയ്യണമെന്നുണ്ടോ അത് കുടുംബമായിട്ട് ചെയ്യുക. അതെ, ഞാൻ എൻ്റെ ജോലി തീർത്താൽ പോരാ, ഞാൻ
ഒരു മാതൃകയും കൂടെ ആകണം. അപ്പോ നമ്മുടെ ജോലി, ശുശ്രൂഷയിലെ ജോലി തീർക്കുന്നതിനുപരി ഞാനൊരു മോഡലാണോ, എന്നെ മാതൃകയാക്കാൻ പറ്റുമോ? ഈ ചിന്ത നമ്മെ ഭരിക്കുന്നത് നല്ലതാണ്. എന്നെ മാതൃകയാക്കും. ഞാനൊരു ശുശ്രൂഷകനാണെങ്കിൽ എന്നെ ആളുകൾ മാതൃകയാക്കും. അപ്പൊ എന്നെ മാതൃകയാക്കുന്നുണ്ടെന്നൊരു ഓർമ്മ എനിക്ക് വേണം. അതുകൊണ്ട് മാതൃകയാക്കാവുന്ന ഒരു ജീവിതം നയിക്കാൻ ശ്രമിക്കണം. എല്ലാ ലെവലിലും, എല്ലാ മണ്ഡലത്തിലും. ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യും. യേശു കർത്താവാണല്ലോ നമ്മുടെ മാതൃക. നാം അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ കർത്താവ് നമുക്കൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അപ്പൊ യേശു കർത്താവ് നമ്മുടെ മാതൃകയാണ്. സഭയുടെ മാതൃകയാണ് ശുശ്രൂഷകൻ. ശുശ്രൂഷകന്റെ മാതൃകയാണ് യേശു ക്രിസ്തു. സഭയുടെ മാതൃകയാണ് ശുശ്രൂഷകൻ. ശുശ്രൂഷകന്റെ മാതൃകയാണ് യേശു ക്രിസ്തു. അപ്പോ ജനം എന്താകണമോ അങ്ങനെ നീ ആകുക. ജനം എങ്ങനെ കുടുംബജീവിതം നയിക്കണം എന്ന് ശുശ്രൂഷകന്റെ കുടുംബജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ എല്ലാ വിഷയത്തിലും ഒരു മാതൃക ജനത്തിന് വേണം. ആരും പറഞ്ഞിട്ടില്ലെങ്കിലും മനുഷ്യരെപ്പോഴും മാതൃകയാക്കുക. ആരെയിലൊക്കെ ഇങ്ങനെ അനുകരിച്ചോണ്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. മിക്കവാറും ഈ സിനിമയിൽ വരുന്ന ആളുകളെ ആ പിള്ളേരൊക്കെ മാതൃകയാക്കുക. അപ്പോ അത് അവര് പറഞ്ഞിട്ടാണ്, മോഹൻലാൽ പറഞ്ഞിട്ടാണ്? അല്ല, അവരെ ആകർഷിച്ചു, അതുപോലെ അവരങ്ങ് ആകുക. നമ്മൾ മാതൃകയായി തീരണമെന്ന് കർത്താവ് പറയും. അങ്ങനെയാണെങ്കിൽ മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരു ശൈലി, മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരു ജീവിതം, മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരു ഭാഷ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇങ്ങനെ ശുശ്രൂഷകന്മാരുടെ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ മനോഹരമായിട്ട് പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. ഈ കാര്യങ്ങൾ ഇപ്പൊ പത്രോസ് ഈ പറഞ്ഞ 2-ാം വാക്യം 3-ാം വാക്യം കൂടെ ചേർത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം പൗലോസ് ശ്ലീഹ ഒരു ചാപ്റ്റർ മുഴുവൻ എടുത്തു പറഞ്ഞു. അവിടേക്ക് നമുക്ക് പോകാം. ഒന്നുകൂടെ പറയാം. 1 പത്രോസ് 5:2-3 വാക്യങ്ങളിൽ ക്രിസ്തീയ ശുശ്രൂഷകൻ എങ്ങനെ ശുശ്രൂഷിക്കണം എന്ന് എഴുതിയിരിക്കുന്നു. ഈ കാര്യം ശ്രേഷ്ഠനായ പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ ഒരു വാക്യത്തിലല്ല, ഒരു പേജ് മുഴുവൻ എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അല്ല, അതിൽ കൂടുതൽ എടുത്ത് പറഞ്ഞിരിക്കുക. അതിൽ ഒരെണ്ണം മാത്രം നമുക്ക് നോക്കാനേ ഇന്ന് സാധിക്കത്തുള്ളൂ. 1 തീമോഥെയോസ് 3-ാം അധ്യായം 1 മുതൽ വായിക്കാമോ? ഒരുവൻ അധ്യക്ഷസ്ഥാനം കാംക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യം ആകുന്നു. ആമേൻ. എന്നാൽ അധ്യക്ഷൻ നിരപരാധിനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിക്കുവാൻ സമർത്ഥനും ആയിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനുമരുത്. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിക്കുവാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുവാൻ പുതിയ ശിഷ്യനും അരുത്. നിന്നയിലും പിശാചിന്റെ കെണിയിലും കുടുങ്ങാതിരിക്കുവാൻ പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണം. അവണ്ണം ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം. ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളും അരുത്. അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. അവരെ ആദ്യം പരീക്ഷിക്കണം. അനന്യരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. അവണ്ണം സ്ത്രീകളും ഘനശാലികളായി ഏഷണി പറയാതെ അവണ്ണം സ്ത്രീകൾ എന്നുള്ളിടത്ത് അവരുടെ ഭാര്യമാരും എന്നാണ് മറ്റു തർജ്ജമയ്ക്കകത്ത്. ഓക്കെ. അപ്പൊ കുടുംബമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നു. ഇതുപോലെ ഇത്ര ആളുള്ളൊരു യോഗത്തില്, വിശേഷിച്ച് പാസ്റ്റർമാരും മാത്രമല്ലാത്തൊരു യോഗത്തില് കൂടുതൽ നേരം പറഞ്ഞാൽ
ഉണർന്നിരിക്കുന്നവരുടെ എണ്ണം വളരെ കുറയും. അപ്പം അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ഞാൻ ഒരുങ്ങുന്നില്ല. വേഗത്തിൽ പറയാം. ഏകദേശം 16 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 1, അപവാദം ഉണ്ടാക്കാത്തവൻ, അപവാദത്തിനിട കൊടുക്കാത്തവൻ. പാപരഹിതനെന്നല്ല, പക്ഷേ മറ്റുള്ളവർക്ക് അതും ഇതും പറയാനുള്ള ഇട കൊടുക്കാത്തവൻ. ഇത് പറയുമ്പം തന്നെ ഓർക്കണം, യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്നാ പറഞ്ഞു? ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കും. അപ്പോൾ നമുക്ക് ലോകത്തിലുള്ള എല്ലാവരുടെയും വായ കെട്ടാനൊക്കത്തില്ല. പക്ഷേ നമ്മൾ അപവാദത്തിന് ഇട കൊടുക്കാതിരിക്കുക. ഇതെല്ലാം നമ്മളും ദൈവവും നമ്മുടെ മനസാക്ഷിയായിട്ടുള്ള ബന്ധത്തിലിരിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നിർമ്മതൻ. നിർമ്മതൻ എന്ന വാക്ക് പത്രോസ് കൂടെ ഉപയോഗിക്കുന്നുണ്ട്. നിർമ്മതൻ എന്നതിന് ശുദ്ധ മലയാളം പറഞ്ഞാൽ മതം ഇളകാത്തവൻ എന്ന് പറഞ്ഞാൽ വികാരങ്ങളുടെ മേൽ നിയന്ത്രണമുള്ളവൻ എന്ന അർത്ഥമാണ്. അതുതന്നെയാണ് മൂന്നാമത് വരുന്നത്, ജിതേന്ദ്രിയൻ, ഇന്ദ്രിയ ജയമുള്ളവൻ. നാലാമത് സുശീലൻ, നല്ല നല്ല ശീലങ്ങൾ ഉള്ളവൻ. ഈ നല്ല ശീലം എന്നുള്ളതിന് ഒരെണ്ണം ഉദാഹരണം കാണിക്കുക. അത് പാസ്റ്റർമാരെ മാത്രമല്ല, എല്ലാവരെയും ബാധിക്കുന്നതായതുകൊണ്ട് അതൊന്ന് എടുക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ശീലിച്ചതാണ്. അത് കൃപയല്ല, ശീലിച്ചത്. കൃപ വേണം, എങ്കിലും തനിക്ക് അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉണ്ടെന്നാണ് താൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ ശീലിച്ചിട്ടുണ്ട്. എനിക്ക് താഴ്ചയിലിരിക്കാനും അറിയാം, സമൃദ്ധിയിലിരിക്കാനും അറിയാം, തൃപ്തനായിരിക്കാനും അറിയാം, വിശന്നിരിക്കാനും അറിയാം, സമൃദ്ധിയിലിരിക്കാനും അറിയാം, ബുദ്ധിമുട്ട് അനുഭവിക്കാൻ എല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ശീലിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ടാ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. അപ്പോൾ ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ ജീവിച്ചേച്ച് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എത്ര കടം മേടിക്കാനും എനിക്ക് പേടിയില്ല എന്ന് പറയുന്നതല്ല ഇവിടുത്തെ തത്വം. കഴിവുണ്ടെങ്കിൽ വിശുദ്ധന്മാർ കടക്കണിയിൽ കുടുങ്ങാതിരിക്കാൻ മുൻകൂട്ടി ചിന്തിക്കുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഇതൊരു ശീലമാണ്. ശീലം. എബ്രായ ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യം. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. മതി. ഈ വാക്യമൊക്കെ നമുക്കറിയാം. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ വാക്യത്തെ മുറിച്ചിട്ടാണ് വാക്യബോർഡ് ഉണ്ടാക്കുന്നത്. വാക്യബോർഡ് ഉണ്ടാക്കുന്നവര് ഈ വാക്യം മുറിക്കും, എന്നിട്ട് രണ്ടാമത്തെ ഭാഗം എടുക്കും. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കും. അത് നല്ല വലുതായിട്ട് വാക്യബോർഡെ വെച്ച് വീട്ടിൽ തൂക്കും. ആരോടാ പറയുന്നതെന്നറിയാവോ? ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരുടെ കാര്യം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീ. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തായിരിക്കട്ടെ. അതങ്ങ് മുറിച്ചു മാറ്റി. നമ്മുടെ ജോലി വെട്ടിക്കളഞ്ഞു, ദൈവത്തിന്റെ ജോലി എടുത്തു വെച്ചു. ഞാൻ തന്നെ ഒരു നാളും തമ്പുരാന്റെ കാര്യമല്ലേ, നമ്മുടെ ജോലിയുണ്ട്, അത് കണ്ടില്ല. അതാ നമ്മൾ മറ്റേത് വെക്കേണ്ട കാര്യമില്ല, കാരണം ദൈവം ചെയ്തോളൂ. നമ്മളല്ലേ ഉഴപ്പൊന്നും. അതുകൊണ്ട് ഇതാണ് വാസ്തവത്തിൽ വെക്കേണ്ടത്. നിങ്ങളുടെ നടപ്പ് എന്നിങ്ങനെ വീട്ടിലെപ്പോഴും ഉണ്ട്. നമുക്കുടെ മനസ്സിനകത്തോട്ട് അത് കയറിക്കൊണ്ടിരിക്കും. സ്തോത്രം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും. അപ്പുറത്തെ വീട്ടുകാരൻ വലിയ വീട് വെച്ചാലും ഒരു പ്രശ്നവും ഇല്ല, അതാവും വെച്ചോട്ടെ. നമുക്ക് ആവശ്യത്തിനുണ്ടല്ലോ, പിന്നെ നമുക്കിത് പോരെ. ഇതൊരു ഭയങ്കര സംഭവം കേട്ടോ. അതിന് നമ്മൾ ശീലിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള നല്ല ശീലങ്ങളൊക്കെ വേദോത്സവത്തിലുണ്ട്. പക്ഷേ അതിനൊന്നും അടിവര ഇടുന്നില്ല നമ്മൾ. ആ ഭാഗങ്ങളൊന്നും നമ്മുടെ ശ്രദ്ധപ്പെടുന്നില്ല. വേറെ ഭാഗങ്ങളിലാണ്
മിക്കവാറും വരയിടുന്നത്. സുശീലൻ. നല്ല ശീലങ്ങൾ ദൈവമക്കൾക്ക് ഉണ്ടാകണം, ദൈവദാസന്മാർക്ക് ഉണ്ടാകണം. നല്ല ശീലങ്ങൾ. ലോകത്തിലെ നമ്മളൊക്കെ ജീവിച്ച ഈ തലമുറയിൽ ഏറ്റവും കൂടുതൽ വ്യക്തികളെ സ്വാധീനിച്ച ഒരു പാസ്റ്ററാണ് ഡേവിഡ് യോങ്ങിച്ചോ, പോൾ യോങ്ങിച്ചോ. അദ്ദേഹത്തിന് ഈയിടയിൽ ഒരു ചെറിയ വിഷയമുണ്ടായി. അവിടുത്തെ അവരുടെ പ്രസിന്റെ കാര്യവും ബാങ്കിന്റെ കാര്യമൊക്കെ വന്നതിനകത്തൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. വാർത്തകളൊക്കെ ഇവിടെ വന്നു. എനിക്ക് മുഴുവനൊന്നും അറിയത്തില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഏതോ ഒരാൾ എഴുതിയത് ഞാൻ ശ്രദ്ധിച്ചു. ഇന്നത്തെ ശുശ്രൂഷകന്മാരോട് എനിക്ക് പറയാനുള്ളത്, ദൈവം നിങ്ങളെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ സൂക്ഷ്മതയോടുകൂടെ അകലം പാലിച്ച് നിന്നുകൊള്ളുക. വളരെ സൂക്ഷ്മതയോടുകൂടെ അകലം പാലിച്ച് നിന്നുകൊള്ളുക എന്ന് അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നു. ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിച്ച വ്യക്തിയാണ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നൊരു പ്രശ്നം, ഒരു സാമ്പത്തിക അച്ചടക്കമില്ലായ്മ ഈ കാലഘട്ടത്തിലൊരു വലിയ പ്രശ്നമാണ്. നമുക്ക് അച്ചടക്കം ഇല്ലാതെയാക്കുന്നതാണ് പരസ്യങ്ങളൊക്കെ. നമ്മളെ കടക്കണിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സകല പരിപാടിക്കാരും പരസ്യം കൊടുക്കുന്നത്. ഒടുവിൽ വല്ലാതെ കിടന്ന് നിലവിളിക്കുകയാണ്. തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന പ്രമാണം വിട്ടുകളഞ്ഞു. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, ഞാൻ എന്നെ കൈവിടത്തില്ല, ഞാനിതെല്ലാം ശീലിച്ചിട്ടുണ്ട് എന്ന് പറയുക. അതെ, അല്പം കൂടെ ചെലവ് ചുരുക്കാമോ എങ്കിൽ അതാ നല്ലത്. അല്പം കൂടെ ചെലവ് കൂട്ടാമോ എന്നല്ല ചിന്തിക്കേണ്ടത്. അല്പം കൂടെ ചെലവ് ചുരുക്കാമോ എങ്കിൽ അതായിരിക്കും നല്ലത്. നല്ല ശീലങ്ങൾ. ശാന്തനാണ്. അഞ്ചാമത്തെ കാര്യം, അദ്ദേഹം ശാന്തനായിരിക്കണം. ശാന്തനായിരിക്കണം, മുൻകോപിയാകരുത്. ശാന്ത സ്വഭാവക്കാരനായിരിക്കണം. അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം, അദ്ദേഹത്തിന് ഒരു ഭാര്യയെ പാടുള്ളൂ. ഏക ഭാര്യയുടെ ഭർത്താവ്. രണ്ട് ചോദ്യമായത് വരുമ്പോൾ ആളുകൾ ചോദിക്കുന്നത്, അപ്പൊ മറ്റുള്ളവർക്കൊക്കെ ഈ രണ്ടാകാവോ വിശ്വാസികൾക്ക്? ഉത്തരം, ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി തീരുക. അപ്പൊ പിന്നെ വിഷയം തീർന്നില്ലേ? ശുശ്രൂഷകന്റെ മാതൃക തന്നെ ജനങ്ങളും പിന്തുടരും. ഏക ഭാര്യയുടെ ഭർത്താവ്. അന്ന് ബഹുഭാര്യത്വം പലയിടത്തുമുണ്ട്. എന്നാലും ക്രിസ്തീയ സഭയുടെ അതിപ്രധാനപ്പെട്ട പ്രമാണം പറഞ്ഞു വരുമ്പോൾ ഫാമിലിയെക്കുറിച്ച് പറയുന്നത് നമ്മൾ അവഗണിക്കാൻ പാടില്ല. ഈ ഫാമിലിയെ ശ്രദ്ധിച്ചാൽ അവരുടെ ശുശ്രൂഷ മങ്ങിപ്പോകും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇതെല്ലാം ഓരോരോ ഒരു ഗ്രൂപ്പ് അവർ കൂടി ഇരുന്നുകൊണ്ട് ഒരു കാര്യം അങ്ങ് പറയുമ്പോൾ അതിന്റെ മറുവശം പറയാൻ അതിനകത്ത് ആളില്ലെങ്കിൽ അവർ കൾട്ടായി പോകും, ഒരു കൾട്ടിലേക്ക് പോകും. ഒരു ഗ്രൂപ്പിൽ ഒരാൾ പറയുക, മകനെ, നിന്റെ ശുശ്രൂഷയ്ക്ക് നിന്റെ ഭാര്യ തടസ്സമാണ്, അവൾ നീങ്ങിപ്പോകാൻ നീ പ്രാർത്ഥിക്കണം. അപ്പൊ അതെല്ലാവരുടെ ആമേനും പറഞ്ഞു. പക്ഷെ ഇത് ബിബ്ലിക്കലാണോ? അപ്പൊ അതിന്റെ അർത്ഥം മാറിയെടുക്കാവുന്നല്ലേ? അപ്പൊ ദൈവം തന്ന ഭാര്യയോട് കൂടെ ശുശ്രൂഷിക്കാനായിട്ടുള്ള കൃപയ്ക്കാ പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവരും ഒരുപോലെ ഒന്നും ആയിരിക്കുകയില്ല. വിശേഷാൽ അവരവർക്ക് അവരവരുടെ ഇഷ്ടങ്ങളാണ് വലുത്. എന്നാൽ ശുശ്രൂഷകന് ദൈവത്തിന്റെ ഇഷ്ടമാണ് വലുത്. ശുശ്രൂഷകന് സഭയാ വലുത്. അവന് ചർച്ചിന് വേണ്ടി അവനെപ്പോഴും ഭാരവും പ്രാർത്ഥനയും നിലവിളി ഓട്ടവുമാണ്. അപ്പൊ ഇവിടെ ശുശ്രൂഷകന്റെ ഭാര്യ ഒരു ഇച്ചിരി കൂടെ കാര്യങ്ങളെ ഗ്രഹിക്കേണ്ടി വരും. എന്താ ഗ്രഹിക്കേണ്ടത്? ശുശ്രൂഷയുടെ ഇമ്പോർട്ടൻസ് ഗ്രഹിച്ചിട്ട് ശുശ്രൂഷകനെ താങ്ങേണ്ടി വരും, ശുശ്രൂഷകനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. അദ്ദേഹം ശുശ്രൂഷയിൽ പ്രയോജനപ്പെടാൻ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? D.L. മോഡിയുടെ ജീവചരിത്രം ഞാൻ വായിക്കുകയാണ്.
ബീഹാറിലോ എങ്ങാണ്ടിരുന്നോണ്ട്. ഞാനിങ്ങനെ വായിക്കുക, അവരുടെ അലമാരിയിൽ നിന്ന് എടുത്ത് വായിച്ചിട്ടിരിക്കുക. അപ്പോൾ ഒരു പേജ് വന്നപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ തിരക്കാണ്. ഒരു മാസമൊക്കെ കൺവെൻഷൻ, അവരൊക്കെ ഒരു മാസത്തെ കൺവെൻഷനാണ് പോകണം. അപ്പോൾ വീട്ടിൽ നിന്ന് പോയാൽ വരുന്നത് ഒരു മാസം കഴിഞ്ഞാൽ. അപ്പോൾ ഈ സഹോദരി അങ്ങ് മടുത്തു. കറണ്ട് ചാർജ്, വെള്ളത്തിൻ്റെ ചാർജ്, ടെലിഫോൺ ചാർജ്, പിള്ളേരുടെ ഫീസ്, അവിടെയൊക്കെ പേരൻസ് മീറ്റിംഗ് മാസത്തിൽ 2 എണ്ണം, പിന്നെ വണ്ടിയുടെ കാര്യം, സർവീസിങ്, വീടിൻ്റെ കാര്യം. മടുത്തു, അല്ലാതെ വിഷമിച്ചിരിക്കുക. ആ സമയത്ത് പുള്ളിക്കാരത്തിക്ക് എന്തോ ഒരു അസുഖം കൂടെ വന്നു. അങ്ങനെ അതിവേദന എടുത്ത് പൊളഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മയക്കത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആ സ്ത്രീയോട് സംസാരിക്കുകയാണ്, എൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്ക് വിടുക, എൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്ക് വിടുക, പൂർണ്ണമായി വിടുക, ശുശ്രൂഷയ്ക്ക് പോകാൻ അവനെ നീ സപ്പോർട്ട് ചെയ്യണം. പുള്ളിക്കാരത്തിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായി. പുള്ളിക്കാരത്തി അന്ന് തന്നെ പുള്ളിക്കാരൻ്റെ അവർക്ക് എഴുതി, ഇനി മുതൽ വേദപുസ്തക വായനയും പ്രാർത്ഥനയും പ്രസംഗമല്ലാതെ ഒന്നും ചെയ്യാൻ നിങ്ങളെ ഞാൻ നിർബന്ധിക്കുകയില്ല, വീട്ടിലെ കാര്യം മുഴുവൻ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞൊരു കത്തെഴുതി. അപ്പോൾ പുള്ളിക്കാരൻ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുക, അതായിരുന്നു എനിക്ക് ദൈവം ചെയ്ത ഏറ്റവും വലിയ ഉപകാരം. സ്തോത്രം. ഞാൻ ഉടനെ വീട്ടിലോട്ട് പോകേണ്ടി ചെയ്തു. അലമാരിയിൽ പോയി ഇത്രാമത്തെ ഷെൽഫിനകത്തിരിക്കുന്ന D.L. മോഡിയുടെ പുസ്തകം എടുക്കുക, ഇത്രാമത്തെ പേജ് വായിക്കാൻ പറഞ്ഞു. വായിച്ചേച്ച് പറഞ്ഞു, അങ്ങനെ തന്നെയാണല്ലോ ഇപ്പം ഇവിടെ പൊക്കോണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞു അതൊന്ന് ഉറപ്പിച്ചെന്നേ ഉള്ളെന്ന് പറഞ്ഞു. ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് എന്നാ പ്രയോജനം? ഒരു പ്രയോജനമില്ല. സ്വർഗത്തിൽ വല്ലതും കിട്ടിയെങ്കിലേ ഉള്ളൂ. OMV കുറിപ്പിന് അവാർഡ് കിട്ടിയാൽ അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് എന്നാ പ്രയോജനം? എന്നാ പ്രയോജനം? സത്യത്തിൽ പറഞ്ഞാൽ എന്നാ പ്രയോജനം? ഒരു പ്രയോജനമില്ല. നമ്മുടെ ഇടയിലെ ഒരു ബൈബിൾ ടീച്ചർക്ക് ഒരു അവാർഡ് കിട്ടി. അപ്പോൾ എവിടെയോ വെച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഓ സാറിന് അവാർഡൊക്കെ കിട്ടിയില്ല, അതുകൊണ്ട് എനിക്കെന്നാ എടുത്തടിച്ച പോലെ. അപ്പൊ ഇങ്ങനെയാണ് ആൾക്കാരെ. ഞങ്ങളുടെ വീട്ടിലെ വെച്ചാകുമ്പോൾ അങ്ങനെയല്ലെന്നാ എൻ്റെ ധാരണ. പക്ഷെ ഇങ്ങനെയാ പലരും, അല്ലേ? അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് ശുശ്രൂഷ ബുദ്ധിമുട്ടാണ്. അയാൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും. ബൈബിൾ വെളിപ്പെടുത്തുന്ന കുടുംബം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം മറ്റേ നിങ്ങളൊക്കെ അറിയുന്ന ഒരു ബൈബിൾ ടീച്ചർ, നമ്മുടെ മലയാളത്തിലെ ഒരു അനുഗ്രഹീതനായ ബൈബിൾ ടീച്ചർ, വളരെ ശരീരത്തിൽ ക്ലേശിതനായി അത്യാസന്ന നിലയിൽ ഡോക്ടർമാർക്ക് ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് ആശുപത്രി കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചെറുപ്പക്കാരനായ ആ ഭർത്താവിൻ്റെ സൗഖ്യത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഇങ്ങനെ തളർന്നിരിക്കുമ്പോൾ ആരോ മനസ്സിൽ പറയുകയാണ്, പൂർണ്ണമായും ശുശ്രൂഷയ്ക്കല്ലാതെ ഒന്നിനും ഒരു ഭർത്താവെന്ന നിലയിലോ പിള്ളേരുടെ അപ്പനെന്ന നിലയിലോ അല്ല, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രം അദ്ദേഹത്തെ വിടാമോ എന്ന് ചോദിക്കുക ഈ പുള്ളിക്കാരത്തിയോട്. യേസ് ലോർഡെന്ന് മറുപടി പറഞ്ഞു. ആള് സൗഖ്യമായി. ആളിന്ന് കേരളത്തിലെ ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ഒരു ദൈവദാസനാണ്. ഇതിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേൾക്കേണ്ട സഹോദരിമാരെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടോ? സ്തോത്രം. ഒരു ശുശ്രൂഷകന്റെ കുടുംബത്തെയും ദൈവം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ പരിജ്ഞാനക്കുറവുള്ള, ദർശനമില്ലാത്ത, പ്രാർത്ഥനാ ജീവിതമില്ലാത്ത, ആത്മനിറവില്ലാത്ത ഒരു സഹോദരിയാണെങ്കിൽ അവരെയും കൂടെ കൃപയിൽ വളർത്തുവാനുള്ള ഉത്തരവാദിത്വം കൂടെ ഈ ശുശ്രൂഷകന്റെ മേൽ വരികയാണ്. അവൾ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശി എന്ന് ഓർത്ത് അവൾക്ക് ബഹുമാനം കൊടുക്കണം. അവളെ ഉപേക്ഷിക്കരുത്, അവളെ അവഗണിക്കരുത്, അവളെ അപമാനിക്കരുത്. അവൾക്കും കൂടെ ആത്മീയ പോഷണം കിട്ടാൻ നീ ഉത്സാഹിച്ചില്ലെങ്കിൽ നാളെ നിനക്ക് പണിയാവും. ഒരു നല്ല കുടുംബസ്ഥനായിരിക്കണം. 7ാമത്തെ പോയിന്റ്, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനായിരിക്കണം. ഒരു മോഡൽ ഫാമിലി ഒരു പാസ്റ്റർക്ക് ഉണ്ടായിരിക്കണമെന്ന് വലിയ ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ വെല്ലുവിളിയാണ് സ്വന്തം കുടുംബത്തെ നന്നായി
ഭരിക്കുന്നവൻ ആയിരിക്കണം. അതെ, മാതൃകയോടുകൂടെ കുടുംബത്തെ നയിക്കുകയും കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്തിട്ട് വേണം ശുശ്രൂഷ ചെയ്യാനെന്ന് ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുക. അതുകൊണ്ട് ശുശ്രൂഷയ്ക്ക് കുടുംബം അത്യാവശ്യമാണ്. അവിവാഹിതരായിട്ട് ശുശ്രൂഷിക്കണം എന്ന ചിന്തയല്ല ബൈബിളിലെ. അവിവാഹിതരായിരിക്കണം ശുശ്രൂഷകർ എന്ന ചിന്ത ബൈബിളിലല്ല. അത് മറ്റ് മതങ്ങളിൽ നിന്ന് വന്നതാണ്, സന്യാസ മതത്തിൽ നിന്ന് വന്നതാണ്. ക്രിസ്തീയ ശുശ്രൂഷകൻ അവിവാഹിതനായിരിക്കണം എന്ന ചിന്ത ബൈബിളിലില്ല. മരണം കാണാതെ എടുക്കപ്പെട്ട മനുഷ്യന്റെ പേരെന്താ? അദ്ദേഹത്തിന് ഭാര്യയുണ്ടോ? മക്കളുണ്ടോ? ദൈവത്തോടു കൂടെ നടന്നപ്പോഴും ഭാര്യയും മക്കളും ഉണ്ടെന്ന്. ഒന്നാമത്തെ മഹാപുരോഹിതന്റെ പേരെന്താണ്? അദ്ദേഹത്തിന് ഭാര്യയുണ്ടോ? മക്കളുണ്ടോ? ഉണ്ട്. ഇതിൽ കൂടുതൽ തെളിവെന്താ വേണ്ടത്? അതുകൊണ്ട് ക്രിസ്തീയ ശുശ്രൂഷകർ അവിവാഹിതരായിരിക്കണമെന്ന ചിന്ത ബൈബിളിൽ നിന്ന് വന്നതല്ല, മറ്റു മതങ്ങളിൽ നിന്ന് കടമെടുത്തതാണ്. അപ്പോൾ ശുശ്രൂഷകന്റെ കുടുംബവും ദൈവം ശ്രദ്ധിക്കുന്നു. എട്ടാമത്തെ കാര്യം, മക്കൾ മാതൃകയുള്ളവരാകണം. കുടുംബം, മക്കൾ. ഒമ്പതാമത്തെ കാര്യം, അതിഥിപ്രിയനായിരിക്കണം. അതിഥിപ്രിയൻ. ഈ കാലത്ത് അത്ര പ്രസക്തി ഇല്ലെന്ന് തോന്നാം. കാരണം ആരും ആരുടെയും വീട്ടിൽ ഇപ്പോൾ പോകാറില്ല. വല്ലോ ആവശ്യമുണ്ടെങ്കിലും നമുക്ക് ഹോട്ടലിൽ വെച്ച് കാണാമെന്നേ പറയത്തുള്ളൂ. ഇന്ന ഹോട്ടലിലോട്ട് വന്നാൽ മതി എന്ന് പറയും. എന്നാലും ക്രിസ്തീയ ഭവനങ്ങൾ അങ്ങനെ അല്ല. എപ്പോഴും സ്നേഹം ലഭിക്കുന്ന, കരുതൽ ലഭിക്കുന്ന, സന്തോഷം ലഭിക്കുന്ന, സംതൃപ്തി ലഭിക്കുന്ന അന്തരീക്ഷം ഒരു വീടിനെ ഉണ്ടായിരിക്കണം, വിശേഷാൽ ക്രിസ്തീയ ശുശ്രൂഷകന്റെ ഭവനം. പത്താമത്തെ കാര്യം, അദ്ദേഹത്തിന് പുറത്തു നിന്നും കൂടെ സാക്ഷ്യമുണ്ടായിരിക്കണം. സമ്മതൻ. ഇതെല്ലാം വായിച്ചെടുത്തെന്ന് ഞാൻ നോട്ട് ചെയ്ത കാര്യമാണ്. 11ാമത്തെ കാര്യം, ഇദ്ദേഹം സൽഗുണപ്രിയനായിരിക്കണം. സൽഗുണപൂർണരാകുകയും, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണരായിരിക്കുന്നുവല്ലോ, നിങ്ങൾ സൽഗുണപൂർണരാകുകയും. 12ാമത്തെ കാര്യം, പക്വത, മെച്യൂരിറ്റി. പുതിയ ശിഷ്യനരുത്. 13ാമത്തെ കാര്യം, നീതിമാനായിരിക്കണം. 14 നിർമ്മലനായിരിക്കണം. 15 ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. ദൈവത്തിന്റെ വചനത്തിന്റെ സത്യങ്ങളെ തലമുറകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള പ്രത്യേകമായ വചനബോധ്യവും വെളിപ്പാടും ഉണ്ടായിരിക്കണം. ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. ഏറ്റവും ഒടുവിൽ 16ാമത്തെ കാര്യം, പത്രോസ് പറഞ്ഞ കാര്യമാണ്, മനഃപൂർവ്വമായും ഉന്മേഷത്തോടും കൂടി. ഇതിനെ 4ആയിട്ട് തിരിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റ് വ്യക്തിപരമായ ഗുണങ്ങളാണ്. 2ാമത്തെ ഡിപ്പാർട്ട്മെന്റ് സാമൂഹ്യ യോഗ്യതയാണ്. 3ാമത്തേത് ആത്മീയ യോഗ്യതയാണ്. 4ാമത്തേത് മാനസികമായ, ഇച്ഛാപരമായ യോഗ്യതയാണ്. ഇത്രയും കാര്യങ്ങൾ പൗലോസ് ശ്ലീഹ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതൊന്ന് വീട്ടിൽ പോയി വായിച്ചു തീമോഥെയോസ് ലേഖനത്തിൽ നിന്ന്. ഇത്രയും ക്വാളിറ്റി ഉള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഈ ലോകത്തിലുണ്ടോ? ലോകത്തിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ ഇത്രയും ക്വാളിറ്റി ആവശ്യപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ? കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, കുടിച്ച് വെളിവില്ലാതെ വിമാനം ഓടിച്ച ആളുടെ കഥ. അപ്പൊ കുടിച്ചുകൊണ്ടും പല ജോലിയും ചെയ്യാം, വിവാഹമോചിതനായിരുന്നുകൊണ്ടും ഈ ഭൂമിയിൽ ഏത് ജോലിയും ചെയ്യാം, പിള്ളേരെ പീഡിപ്പിച്ചുകൊണ്ടും ഇവിടുത്തെ ഏത് ജോലിയും ചെയ്യാം, ഭാര്യ ഉപദ്രവിക്കുന്ന ആൾക്കും ഇവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിലും ജോലി ചെയ്യാം, അപ്പനെ അമ്മയെ തിരിഞ്ഞു നോക്കാത്തവർക്കും എന്ത് ജോലിയും ചെയ്യാം. പക്ഷെ ക്രിസ്തീയ ശുശ്രൂഷ പറ്റത്തില്ല. ഇത്രയും ക്വാളിറ്റി ഉള്ള ലോകത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗമുണ്ടോ? ഇത്രയും ക്വാളിറ്റി ആവശ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ? ഇപ്പം രാഷ്ട്രീയ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ നേതൃനിരയിൽ നിൽക്കുന്നവർക്കോ ഒക്കെ എന്താ പാടില്ലാത്ത? എല്ലാം ആകാമല്ലോ, എന്താ വിലക്കുള്ളത്? പക്ഷെ ഒരു ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്ക് ഒരു നിശ്ചിത ശമ്പളമില്ല, പെൻഷനില്ല, ബോണസ് ഇല്ല, ഒന്നുമില്ല. പക്ഷേ ക്വാളിഫിക്കേഷൻ ഭയങ്കരമാണ്. എന്നിട്ട് ഈ ശുശ്രൂഷയിൽ വരുന്നുണ്ടല്ലോ. ഇത്രയൊക്കെ ക്വാളിറ്റി ആവശ്യപ്പെടുമ്പോൾ, ഇത്രയൊക്കെ ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെടുമ്പോൾ ശമ്പളം എത്രയാ? അത് പറഞ്ഞിട്ടില്ല. ന്യായമായി തരാം, അത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇതുപോലെ യോഗ്യത, ഇത്രയും കാര്യങ്ങൾ ഉള്ള
ഒരു ശുശ്രൂഷകൻ നയിക്കുന്ന സമൂഹം എത്ര നല്ലതായിരിക്കും, എത്ര മനോഹരമായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഫെലോഷിപ്പ്, ഈ ലോകത്തിലെ ഏറ്റവും നല്ല കൂട്ടായ്മ, ഏറ്റവും നല്ല ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചർച്ച. ഇതാണ് കർത്താവിന്റെ സ്വപ്നം എന്നാ പറഞ്ഞു വരുന്നത്. നിലവിൽ അങ്ങനെയുള്ള ചർച്ച ഏതാ പാസ്റ്റർ എന്ന് ചോദിക്കരുത്. കർത്താവിന്റെ സ്വപ്നമായി പറയുന്നത് ഭൂമിയിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു കൂട്ടം, ഭൂമിയിലെ ഏറ്റവും മാതൃകയുള്ള ഒരു കൂട്ടം, സ്നേഹം ലഭിക്കുന്ന, സുരക്ഷിതത്വ ബോധം ലഭിക്കുന്ന, സന്തോഷം ലഭിക്കുന്ന, സ്വാതന്ത്ര്യം ലഭിക്കുന്ന, ആശ്വാസം ലഭിക്കുന്ന, മുറിവ് കെട്ടുന്ന, സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു കൂട്ടം. ഇതാണ് സഭ. അവരെ നയിക്കുന്ന പാസ്റ്ററെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി പറയാതെ വിട്ട ഒരു 11 കാര്യം പറയാം. എന്തൊക്കെ അരുത്, ശുശ്രൂഷകന് എന്തൊക്കെ അരുത്, നോ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? മദ്യപ്രിയനരുത്, തല്ലുകാരനരുത്. ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ കൾച്ചറിൽ വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. തല്ലുകാരനരുത്, ദ്രവ്യാഗ്രഹം അരുത്, കലഹ സ്വഭാവം അരുത്, ദുർലാഭമോഹി അരുത്, തന്നിഷ്ടക്കാരൻ അരുത്. ഇത്രയും കാര്യം അരുത് അരുത് അരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ചെയ്യുന്നവരാരും ഇപ്പൊ ഇവിടെ വന്നിട്ടില്ല. എന്നാലും പാസ്റ്ററെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം കണ്ട ഇങ്ങനെയൊരു നിലവാരമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിൽ കൂടുതൽ അവിടെ നിൽക്കുന്നില്ല. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുന്നു. 1 പത്രോസ് 5:4. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. സ്തോത്രം. ഇങ്ങനെയൊക്കെ ശുശ്രൂഷിച്ചാൽ എന്നാ കിട്ടും? ഇങ്ങനെയൊക്കെ ശുശ്രൂഷിച്ചാൽ എന്നാ കിട്ടും? ഉത്തരം: ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. വാത്സല്യ സഹോദരി സഹോദരന്മാരെ, കർത്തൃ ശുശ്രൂഷകന്മാരെ, കർത്താവിന്റെ വരവാണ് ഈ വാക്യം നമുക്ക് തരുന്ന വലിയ പ്രതീക്ഷ. ഇടയശ്രേഷ്ഠൻ എന്ന് യേശുവിനെ വിളിച്ചിരിക്കുന്നു. യേശു കർത്താവിനെ ഇടയൻ എന്ന നിലയിൽ 3 പേരായിട്ടിരിക്കുന്നു. ഒന്ന് നല്ല ഇടയൻ, യോഹന്നാൻ 10:10. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. രണ്ടാമത്തേത് വലിയ ഇടയൻ, എബ്രായർ 13:20, ആടുകളുടെ വലിയ ഇടയൻ. മൂന്നാമത്തെ പേര് 1 പത്രോസ് 5:4, ഇടയശ്രേഷ്ഠൻ. ഇതിൽ നല്ല ഇടയൻ എന്നത് ക്രൂശിൽ മരിക്കുന്ന യേശുവിനെ കാണിക്കുന്നു. വലിയ ഇടയൻ എന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണിക്കുന്നു. ശ്രേഷ്ഠ ഇടയൻ എന്നത് മടങ്ങി വരുന്ന യേശുവിനെ കാണിക്കുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഇടയന്മാരെ, നല്ല ഇടയന്റെ യോഗ്യത യോഹന്നാൻ 10:10. നല്ല ഇടയന്റെ യോഗ്യത യോഹന്നാൻ 10:10. ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുക. അതെ, അത്രമാത്രം ആ ശുശ്രൂഷയെ സ്നേഹിക്കുന്നയാളാണ് കർത്താവിന്റെ നോട്ടത്തിൽ നല്ല ഇടയൻ. രണ്ടാമത്, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ച് പറയുമ്പോഴാണ് വലിയ ഇടയൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. മൂന്നാമത്തെ കാര്യം, മടങ്ങി വരും. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകും. ഈ ശുശ്രൂഷയിൽ നാം നിൽക്കുമ്പോൾ യഥാർത്ഥ ഇടയൻ, രക്തം കൊടുത്ത ഇടയൻ, ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഇടയൻ, ആടുകൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന, പക്ഷപാതം ചെയ്യുന്ന ഇടയൻ, അവർക്ക് വേണ്ടി മടങ്ങി വരുന്ന ഇടയൻ, ആ ഇടയനെ മനസ്സിൽ കണ്ടുകൊണ്ടും അവനെ പ്രസാദിപ്പിക്കണമെന്ന ചിന്തയിലുമാണ് ഒരു ഇടയ ശുശ്രൂഷ ചെയ്യേണ്ടത്. പത്രോസ് പ്രബോധനം പറഞ്ഞ് 2 വാക്യത്തിൽ ഒതുക്കിയിട്ട് പെട്ടെന്ന്
പ്രതിഫലത്തിലേക്ക് പോകുകയാണ്. എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരെ, നാളെ TV-യിലൂടെ ഇത് കാണുന്നവരെ, ഈ ബൈബിളിന്റെ മുഴുവൻ സന്ദേശവും എവിടേക്കാ കൊണ്ട് നിർത്തുന്നതെന്നറിയാവോ? യേശുവിന്റെ മടങ്ങി വരവിലേക്കാണ്. യേശുവിന്റെ മടങ്ങി വരവ് ഇല്ല എങ്കിൽ ഇതെല്ലാം നഷ്ടമാണ്, വ്യാജമാണ്, അബദ്ധമാണ്. നമ്മുടെ ഈ അധ്വാനവും നമ്മുടെ ഈ പ്രാർത്ഥനയും നമ്മുടെ ഉപവാസവും നമ്മൾ കൊടുത്തതും നമ്മൾ ചെയ്തതും നമ്മൾ അനുഭവിച്ചതും എല്ലാം ആത്യന്തികമായി അർത്ഥവത്താകുന്നത് കർത്താവ് വരുമ്പോഴാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല സംഭവം. എനിക്കൊരു സഹോദരനെ അറിയാം. തൃശ്ശൂർ ടൗണിൽ നിന്നൊരൽപ്പം മാറി ഒരു സഹോദരൻ കത്തോലിക്ക വിഭാഗത്തിൽ നിൽക്കുന്നു. അദ്ദേഹം ഈ അടുത്ത കാലത്ത് സുവിശേഷത്തിന്റെ വെളിച്ചം പ്രാപിച്ചു. സ്വന്തമായിട്ട് സാമാന്യം നല്ല വിറ്റുവരവുള്ള ഒരു കമ്പനി അദ്ദേഹത്തിനുണ്ട്. ആ പ്രദേശങ്ങളിൽ യോഗത്തിന് ചെയ്തപ്പോൾ അദ്ദേഹം എന്നെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. ഞാൻ വീടൊക്കെ കണ്ടു. നല്ല ഒരു ഹാപ്പി ഹോം, അനുഗ്രഹീതയായ ഭാര്യ, അനുസരണമുള്ള 2 സുന്ദരി കുട്ടികളായ കുഞ്ഞുങ്ങൾ, നല്ല കുടുംബം, ആരോഗ്യവാനായ സഹോദരൻ. അദ്ദേഹത്തിന് നോർത്ത് ഇന്ത്യൻ മിഷനെ കുറിച്ച് വലിയ ഭാരമുണ്ടായി. അദ്ദേഹം അതിന്റെ പ്രവർത്തകരുമായി സംസാരിച്ചു. അദ്ദേഹം ബീഹാറിൽ 1 വന്നു, 2 വന്നു. ഞങ്ങളൊക്കെ അവിടെ മീറ്റിംഗിലായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഈ തിങ്കളാഴ്ച പോകുന്നുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഇദ്ദേഹവും ഞങ്ങളോട് കൂടെ എവിടെയൊക്കെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും ഗ്രാമങ്ങളിൽ പോവുകയൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹം പെട്ടെന്ന് പൂർണ്ണ സമയം ബീഹാറിലേക്ക് മൂവ് ചെയ്യാൻ തീരുമാനിച്ചു. ആ സമയത്തും ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ആവേശം കൊണ്ട് പെട്ടെന്ന് എടുക്കുന്ന തീരുമാനമാണോ? അല്ല, വളരെ പ്രാർത്ഥിച്ചിട്ടാണ്. ഭാര്യയോട് പറഞ്ഞു. പുള്ളിക്കാരത്തി സമ്മതിച്ചോ? അതോ സമ്മതിപ്പിച്ചതാണോ? ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിച്ചതാണോ? അല്ലല്ല, സന്തോഷത്തോടെ സമ്മതിച്ചത്. എങ്ങനെയായി സഹോദരി ഇത്രയും നല്ല വീടൊക്കെ ഇട്ടേച്ച് പോരാൻ എങ്ങനെയാ സഹോദരിമാര് സമ്മതിക്കുന്നേ? അപ്പൊ പറഞ്ഞു, ഞാൻ അവളോടൊരു ചോദ്യം ചോദിച്ചു, ആസ്ട്രേലിയക്ക് നമുക്ക് കുടുംബമായിട്ട് വിസ കിട്ടിയാൽ നീ വരുമോ? അത് വരും. അതിനേക്കാൾ വലിയ കാര്യമായത്. അങ്ങനെ വരാൻ തീരുമാനിച്ചു. എന്നിട്ടോ പറയാമെന്ന് എന്നാന്നറിയാം, കഴിഞ്ഞ മാസം അവിടെ നടന്ന ബൈബിൾ വിതരണം, ഒരു സ്കൂളിനകത്ത് ന്യൂ ടെസ്റ്റ്മെന്റ് വിതരണം ചെയ്യാൻ ഈ സഹോദരനാണ് നേതൃത്വം കൊടുത്തത്. അവിടുത്തെ ഭാഷയിൽ കുറെ ബൈബിളുകൾ കൊണ്ടുപോയിട്ട് സ്കൂളിൽ കൊടുക്കുക. എല്ലാവരും പെർമിഷനൊക്കെ എടുത്തിട്ടാണ് ചെയ്തത്. പക്ഷെ അതിനിടയ്ക്ക് ഒരു തീവ്രവാദ സംഘം വന്ന് ഈ സഹോദരനെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. അപ്പൊ ആളുകളുടെ ചോദ്യം, വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇവിടെയെങ്ങാനും നിന്ന് ആ ജോലിയും ചെയ്ത് ആരാധനയ്ക്ക് പോയി സ്തോത്രകാഴ്ച ഇട്ട് വേണമെങ്കിൽ നോർത്ത് ഇന്ത്യക്ക് ഒരു ചെറിയ സംഭാവനയും കൊടുത്താൽ പോരെ മോനെ? അപ്പൊ ഒരു ചോദ്യം, എല്ലാരും ഇങ്ങനെ നോർത്ത് ഇന്ത്യക്ക് ഒരു സ്തോത്രാഴ്ച കൊടുക്കാന്ന് വെച്ചാൽ ഈ സ്തോത്രാഴ്ച മേടിക്കാൻ ആരാവുക? ആരേലും പോകാനും വേണ്ടേ? ആരേലും പോകണ്ടേ? ഇതുപോലെയല്ലേ വില്യം കെറി ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരോടും കൂടി പറഞ്ഞത്, മോനെ ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി എന്നല്ലേ പറഞ്ഞത്. വില്യം കെറി വന്നതുകൊണ്ടല്ലേ ഇപ്പൊ ഈ പുസ്തകം പിടിച്ചുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് യാതൊരു വിഷമവുമില്ല. നമ്മുടെ സഹോദരന്മാർ ചിലർ ഇവിടെയുള്ളവർ പോയി കഴിഞ്ഞ ദിവസം കണ്ടവരുണ്ട്. അദ്ദേഹം ബലപ്പെട്ടിരിക്കുന്നു, ധൈര്യപ്പെട്ടിരിക്കുന്നു, പ്രത്യാശയോടെ ഇരിക്കുന്നു. ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാവുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ദൈവം മാനിച്ചു, ദൈവം ഉയർത്തി, ദൈവം അവിടെ വിട്ടു, ഇവിടെ വിട്ടു, അത് തന്നു, ഇത് തന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് നമുക്കൊന്നും അറിയാൻ മേലാത്തോണ്ട് പറയുന്നത്. ഇതൊന്നും അല്ല വേലയുടെ പ്രതിഫലം, ഇതൊന്നും അല്ല അംഗീകാരം. ഇങ്ങനെ ഇരുന്നാ മതിയോ? എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണ്ടേ എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നത് ഒന്നും അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുന്നു. ക്രിസ്തീയ ശുശ്രൂഷയുടെ അംഗീകാരം എന്ന് പറയുന്നത് ഭൗതികമല്ല. ഭൗതികമായി കഴിഞ്ഞുകൂടി പോകാൻ ദൈവം തരുന്നത് അനുഭവിച്ചു, സന്തോഷം.
പത്രോസ് നമുക്ക് തരുന്ന വാഗ്ദാനം, നിങ്ങൾ ഈ നിലയിൽ ശുശ്രൂഷിച്ചാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. കർത്താവിന്റെ വരവ് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഈ മാർഗത്തിൽ നിന്നിട്ട് കാര്യമില്ല. കർത്താവിന്റെ വരവ് വിശ്വസിക്കുന്നുവെങ്കിൽ പലതും മാറി മറിയും. ദേവദാസന്മാർ പറഞ്ഞ വാക്കുകൾ ഞാൻ ആവർത്തിക്കട്ടെ. ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ 3 അത്ഭുതങ്ങൾ കാണും. 1, ഞാൻ അവിടെ എത്തി എന്ന അത്ഭുതം. കാരണം എനിക്കല്ലേ എന്റെ സ്വഭാവം അറിയത്തുള്ളൂ. നിങ്ങൾക്കൊന്നും എന്നെ അറിയില്ല. ഞാൻ എത്രയോ കുറവുകളുള്ളവനാണ്. എന്നിട്ട് ഞാൻ ഇവിടെ എത്തിയല്ലോ. ഞാൻ എത്രയോ പ്രാവശ്യം പിറുപിറുത്തിട്ടുണ്ട്. ഞാൻ എത്രയോ പ്രാവശ്യം അവിശ്വസിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ എത്തിയല്ലോ. അത്ഭുതം നമ്പർ 1. 2, ഞാൻ പ്രതീക്ഷിക്കാതെ പലരും അവിടെ നിൽപ്പുണ്ട്. അയ്യോ, ഇവരൊന്നും ഈ പരിസരത്ത് വരികയാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അവരവിടെ വന്നിട്ടുണ്ട്. 3ാമത്തെ അത്ഭുതം, ഞാൻ പ്രതീക്ഷിച്ച ചിലരെ അവിടെ മുഴുവൻ അരിച്ചു പറക്കി നോക്കിയിട്ട് കണ്ടില്ല. 3ാമത്തെ അത്ഭുതം. ഇത് 3ഉം വായിച്ചിട്ടുണ്ടെങ്കിൽ 4ാമത്തേത് ഞാൻ ചേർത്തത് പറയാം. ഇവിടെ വലിയവരായിരുന്ന പലരെയും അവിടെ തീരെ ചെറിയവരായിട്ട് കണ്ടു. ഇവിടെ ശ്രേഷ്ഠന്മാരെന്ന് വിചാരിച്ച പലരും ശ്രേഷ്ഠന്മാരല്ലെന്ന് തിരിച്ചറിഞ്ഞു. ഇവിടെ വലിയ പരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത്രയൊന്നും അവർ ചെയ്തില്ലായിരുന്നു എന്ന് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി. നമ്മൾ അത്ഭുതപ്പെടും കേട്ടോ. പിന്നെയും നമ്മൾ അത്ഭുതപ്പെടും. പിന്നെയും ഇതൊന്നുമല്ല ഇവരൊക്കെ പറഞ്ഞത് കൂടാതെ പിന്നെയും നമ്മൾ അത്ഭുതപ്പെടും. എങ്ങനെയാണെന്നറിയാവോ? നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്ന് പെട്ടെന്ന് നിങ്ങളുടെ ബാങ്കിൽ ചെന്ന് നിങ്ങളുടെ പാസ്ബുക്ക് ഒന്ന് പതിപ്പിക്കണം. നിങ്ങൾ ഞെട്ടുകാതിരിക്കട്ടെ. പെട്ടെന്ന് അക്കൗണ്ടിലേക്ക് ഒരു 20 ലക്ഷം രൂപ വന്ന് കിടക്കാം. ഞെട്ടുവോ? ഇതുപോലെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞെട്ടും. കാരണം നമ്മൾ വേലയ്ക്ക് കൊടുത്തത് എത്രയാണെന്ന് നമുക്കറിയാം. പക്ഷെ നിങ്ങൾ ഞെട്ടിപ്പിക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് അവിടെ കിട്ടിയാലോ? അങ്ങനെ കിട്ടുമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അങ്ങനെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാകും. അപ്പം നിങ്ങൾ സന്തോഷിച്ച് തുള്ളിക്കോണം. അപ്പം നമ്മൾ അറിയാത്ത ഡിപ്പോസിറ്റ് നമുക്കവിടെ വരുന്നുണ്ട്. മനസ്സാവാച അറിയാത്ത ഡിപ്പോസിറ്റ് നമുക്കവിടെ വരുന്നുണ്ട്. സ്വർഗം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. അവിടെ ഒന്നും കൈകടത്തലുകൾ ഉണ്ടാവില്ല. അവിടെ ഒന്നും മായങ്ങൾ ഉണ്ടാവത്തില്ല. അവിടെയൊന്നും ആ സ്വജനപക്ഷപാതം ഉണ്ടായിരിക്കത്തില്ല. സ്വാധീനങ്ങൾ ഉണ്ടായിരിക്കത്തില്ല. എല്ലാം പകല് പോലെ കാണുന്ന സമയം, സത്യങ്ങളെല്ലാം വ്യക്തമാകുന്ന സമയം. അതെത്ര നല്ല ദിവസമാണ്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ജീസസ്, നമുക്ക് ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇടയശേഷൻ പ്രത്യക്ഷനാകുമ്പോൾ യേശു കർത്താവിന് മടങ്ങി വരുവാണ് നമ്മുടെ സ്വപ്നം. അതാണ് നമ്മുടെ പ്രതീക്ഷ. അതിനുവേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. കർത്താവ് ഇന്ന് വന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ.